നോക്കൂ, ഒരു CPM കുടുംബമായിരുന്നു. പക്ഷേ അവർക്ക് ഉണ്ടായ ഈ ദാരുണമായിട്ടുള്ള അനുഭവത്തിൽ ഒരു അനുതാപപൂർണമായ സമീപനവും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതവർ പലകുറി പരാതിയായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് UDF അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കൂടിക്കാഴ്ച നടക്കുന്നു. അതിന് പിന്നാലെ തീരുമാനമുണ്ടാവുകയാണ്. നാളെ അത് ഔദ്യോഗിക വിജ്ഞാപനമായി പുറത്തു വരികയും ചെയ്യും. പമ്പിന്റെ ഉടമ ആര്, എന്താണ് ഈ ഇടപാടുകൾ, ഇതിന് പിന്നിൽ വലിയ ശക്തികളുണ്ടോ തുടങ്ങി നിരവധി സംശയങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പോലും ഉണ്ടായിട്ടുള്ളൊരു കേസാണ്. ഇതിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകേണ്ടുന്ന എല്ലാവിധ സാഹചര്യങ്ങളുമുണ്ട്. നമ്മളൊക്കെ ആദ്യം മുതൽ തന്നെ അതിനു വേണ്ടിയിട്ട് വാദിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിനെ CBIക്ക് വിടാനുള്ള UDF സർക്കാരിന്റെ തീരുമാനം എന്ന് പറയുന്നത് 100% സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഈ ചർച്ചയിൽ സംസാരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ശ്രീ രാജേഷ് പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമായി CPMനെ തകർക്കാനായിട്ട് ഈ അന്വേഷണം CBIക്ക് വിടാനായിട്ട് തീരുമാനിക്കുന്നു എന്നാണ്. ഈ കേസ് CBI അന്വേഷിച്ചാൽ CPM തകരുമെന്നൊക്കെ അദ്ദേഹം ഈ ഘട്ടത്തിൽ തന്നെ കരുതുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ആവാം CPMന്റെ വലുതും ചെറുതുമായിട്ടുള്ള നേതാക്കളെല്ലാം ഈ CBI എൻക്വയറിയെ ഭയപ്പെടുന്നത്. എന്തിനാണ് ഇതിനെ ഭയപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അന്വേഷണം പൂർണ്ണമായും നീതിപൂർവമായിരുന്നുവെങ്കിൽ, സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള തൃപ്തി ഉണ്ടെങ്കിൽ CBI അല്ല മറ്റാര് വേണമെങ്കിലും അന്ന് അന്വേഷിക്കട്ടെ എന്നുള്ള ഒരു നിലപാട് വേണമായിരുന്നു അവർ സ്വീകരിക്കാൻ. ഇത് പറയുമ്പോൾ തന്നെ ഇവരെല്ലാവരും തന്നെ പ്രാഥമികമായിട്ട് ആശ്രയിക്കുന്നത് നേരത്തെ സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ CBI അന്വേഷണം വേണം എന്നുള്ള കുടുംബത്തിന്റെ ആവശ്യത്തിനെ തള്ളിയതിനെ മുൻനിർത്തിയാണ്. സത്യത്തിൽ ആ ഘട്ടങ്ങളിൽ ഈ കോടതികളെല്ലാം പറഞ്ഞിരുന്ന പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, പരാതിക്കാരിയായിട്ടുള്ള ശ്രീമതി മഞ്ജുഷയുടെ വ്യക്തിപരമായിട്ടുള്ള വികാരങ്ങൾ, സംശയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ CBIക്ക് അന്വേഷണം വിടാൻ കഴിയില്ല എന്നും അവരുടെ പരാതിയിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വസ്തുതാപരമായിട്ടുള്ള വീഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടില്ല എന്നുമാണ്. നമ്മളിവിടെ ആലോചിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യങ്ങളെല്ലാം കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും പരിഗണിച്ചത് കഴിഞ്ഞ വർഷം 2025 ജനുവരി മാസം മുതൽ ഏപ്രിൽ മാസം വരെ ആയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷവും കുറേയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ സംശയങ്ങൾ വളരെ വസ്തുതാപരമായിട്ട് ഇവരെ കോടതിയെ അറിയിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ വർഷം മാർച്ചിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഇതുമായി ബന്ധപ്പെട്ട 4 സുപ്രധാന പോയിന്റുകളിൽ തുടരന്വേഷണം വേണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണത്തിലെ മെറ്റീരിയൽ ഫ്ലോസ് എന്തൊക്കെയാണ് എന്ന് ആ കുടുംബം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ നേരത്തെ ഇതിനെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും റിജക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആവശ്യം, CBI അന്വേഷണം എന്നുള്ള ഒരു ആവശ്യം എന്ന ഒരു വാദം മുന്നോട്ട് വെക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നേരത്തെ ഇവർ പരിശോധിക്കുന്ന സമയത്ത് PP ദിവ്യയുടെ സ്വകാര്യമായിട്ടുള്ള ഫോൺ മാത്രമായിരുന്നു പരിശോധിച്ചിരുന്നത്. അവരുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഫോണ്, അതിന്റെ മെസ്സേജ്, അതിന്റെ കോൾ റെക്കോർഡ്സ്, ഈ കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ചിരുന്നില്ല എന്നുള്ളത് കോടതി ഇവിടെ കൃത്യമായിട്ട് കണ്ടെത്തുന്നുണ്ട്. 2, ഈ പമ്പിന്റെ ഉടമയായിട്ട് അപേക്ഷ നൽകിയിരിക്കുന്ന TV പ്രശാന്തൻ, അദ്ദേഹം 1 ലക്ഷം രൂപ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലെയിം പൂർണ്ണമായിട്ട് വെരിഫൈ ചെയ്യണം. അതിന്റെ സോഴ്സ് എവിടെയാണ്, എപ്പോൾ കൊടുത്തു, എങ്ങനെ കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം എന്ന് കോടതി പറയുന്നു. ഇപ്പൊ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നേരത്തെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് എങ്കിൽ ഇത് നേരത്തെ തന്നെ വെളിവാകുമായിരുന്നു. അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കുടുംബം ഇപ്പൊ ചൂണ്ടിക്കാണിക്കുമ്പോൾ കോടതിക്ക് ബോധ്യമാകുന്നുണ്ട്. അടുത്തത്, ഈ TV പ്രശാന്തനും നവീൻ ബാബുവും തമ്മിൽ ഈ പള്ളിക്കുന്ന് എന്ന സ്ഥലത്ത് മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഉൾപ്പെടെയുള്ള കളക്ട് ചെയ്തതിനു ശേഷം അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കണം എന്ന് കോടതി പറയുന്നുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് നേരത്തെ വിജിലൻസിൽ ഒരു പരാതി കൊടുത്തിരുന്നു ഇദ്ദേഹത്തിനെതിരെ എന്ന് പറഞ്ഞിരുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള അന്വേഷണമാണ്, എന്ത് തരത്തിലുള്ള തെളിവ് ശേഖരണമാണ്, എന്ത് തരത്തിലുള്ള നടപടിയാണ് വിജിലൻസ് സ്വീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണം ഉണ്ടാകണം, അതിനെപ്പറ്റി തുടരന്വേഷണം ഉണ്ടാകണം എന്ന് കോടതി പറയുന്നത്. അപ്പൊ നേരത്തെയുള്ള ഒരു ഘട്ടത്തിൽ വളരെ പ്രിലിമിനറി ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ ഏതാണ്ട് 1.5 വർഷം മുമ്പ് അല്ലെങ്കിൽ 1.25 വർഷം മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണം എന്ന് കുടുംബം പറഞ്ഞിരുന്നപ്പോൾ അവരുടെ പെറ്റീഷനിൽ പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മിസ്സിംഗ് എന്ന് കോടതികൾ സൂചിപ്പിച്ചിരുന്നത് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യുകയും അത് കോടതിയെ അത് ബോധിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തതുകൊണ്ടാണ് 13 പോയിന്റുകളാണ് അവർ സബ്മിറ്റ് ചെയ്തിരുന്നത് എങ്കിൽ പോലും അതിലെ 4 പോയിന്റുകളുടെ പേരിൽ തുടരന്വേഷണം വേണം എന്ന് കോടതി തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞിരുന്ന വാദങ്ങളൊന്നും തന്നെ ഇപ്പൊ മുൻനിർത്തി പറഞ്ഞതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ ഇതേപോലെ തന്നെ വളരെ പ്രധാനമായിട്ട് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു കേസിൽ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു മരണം നടന്നിരിക്കുന്ന ഒരു കേസിൽ ഈ കുടുംബം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അത് VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മാത്രമല്ല, ശ്രീ പിണറായി വിജയൻ തന്നെ
ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള മാതൃക കാണിച്ചിട്ടുണ്ട്. അതായത് പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്നൊരു യുവാവ് അവിടെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനായിട്ട് അദ്ദേഹം മരണപ്പെടുമ്പോൾ അത് മരണമാണ്, കൊലപാതകമാണ് തുടങ്ങിയ പല വാദങ്ങൾ വരുന്ന സമയത്ത് അതിലിവിടെ പോലീസിന്റെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനെ സമീപിച്ചിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIക്ക് കൈമാറണമെന്ന് പറഞ്ഞത്. തന്റെ പോലീസ് സംവിധാനം നടത്തുന്ന അന്വേഷണത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു തരത്തിലുള്ള അതൃപ്തിയും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ അന്വേഷണം പക്ഷേ CBIക്ക് വിട്ടു. CBIക്ക് വിടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് കേരള പോലീസിന്റെ ഈ വിഷയത്തിലെ അന്വേഷണം കുറ്റമറ്റതും നീതിപൂർവകവുമാണ്. മുഴുവൻ പ്രതികളെയും ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ തൃപ്തി എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ആവശ്യത്തിനെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര ഏജൻസിക്ക് ഇതിനെ കൊടുക്കുന്നത്, ഈ ഒരു കേസിനെ കൈമാറുന്നത് എന്നാണ്, കുടുംബത്തിന്റെ വികാരം മാനിച്ച് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും തോന്നുന്ന വിഷയങ്ങളിൽ മാത്രം ഈ കുടുംബത്തിന്റെ വികാരത്തിനെ പരിഗണിക്കുകയും മറ്റു വിഷയങ്ങളിൽ കുടുംബത്തിന്റെ വികാരത്തിനെ മുഖ്യമന്ത്രി പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ സിദ്ധാർത്ഥൻ കേസിൽ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ സ്വീകരിച്ചിരുന്ന കുടുംബത്തിന്റെ വികാരം മാനിച്ച് ഈ കേസിനെ CBIക്ക് വിടുക എന്നുള്ള അതേ നടപടി തന്നെയാണ് ഇത്തവണ ശ്രീ VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നവീൻ ബാബുവിന്റെ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നത് എന്നങ്ങ് കരുതി കഴിഞ്ഞാൽ പിന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നോ CPM-നെ തകർക്കാനാണെന്നോ ഒക്കെയുള്ള വാദത്തിന് പിന്നെ എവിടെയാണ് നിലനിൽപ്പ്? ഒപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി രേണു മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്ന ACP TK രത്നകുമാർ, അദ്ദേഹം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നിന്നയാളാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെ ശ്രീകണ്ഠാപുരം നഗരസഭയിലേക്ക് മത്സരിച്ചു, കൗൺസിലറായിട്ട് CPM ടിക്കറ്റിൽ മത്സരിച്ചു, ജയിച്ചു. അപ്പോൾ രാഷ്ട്രീയമായിട്ട് എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കേസാണിതെന്നതിനെ കുറിച്ച് നമുക്കറിയാം. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പാർട്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണെന്നറിയാം. ആ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരായി നിന്നിരുന്ന ഒരു വ്യക്തി റിട്ടയർ ചെയ്തിട്ട് ഉടനെ തന്നെ പാർട്ടിയുടെ ആളായിട്ട് പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് അവിടെ ജയിക്കുകയും ചെയ്തു. അപ്പൊ അന്വേഷണം നീതിപൂർവകമല്ല എന്ന് കുടുംബമോ മറ്റാരെങ്കിലുമോ സംശയിച്ചു കഴിഞ്ഞാൽ അത് കേവലം രാഷ്ട്രീയ പ്രേരിതം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടച്ചാക്ഷേപിച്ച് അവരുടെ ആവശ്യത്തിനെ ചവിട്ടി തേക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ അന്വേഷണം CBIക്ക് വിടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെ പൂർണ്ണമായിട്ടും പൊതുസമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയ്ക്ക് ഞാൻ സ്വാഗതം ചെയ്യും. രേണു, ഇത് വളരെ നീതിപൂർവമായിട്ട് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കപ്പെടേണ്ടുന്ന ഒരു കേസ് തന്നെയാണ്. ഈ കേസ് അന്വേഷിക്കാൻ വരുന്ന സമയത്ത് ഒരു പൊളിറ്റിക്കൽ ബയാസ് കേന്ദ്ര ഏജൻസിയായിട്ടുള്ള CBIയോട് രാഷ്ട്രീയമായിട്ട് പോലും ആർക്കും ഉന്നയിക്കാനായിട്ടുള്ള ഗ്രൗണ്ട്സ് ഇല്ല എന്നുള്ളതാണ് പ്രധാനം. കാരണം ഇതിൽ BJP ഒരു കക്ഷിയായിട്ട് അവിടെ കാണുന്നില്ല. പിന്നെ CPM-ന്റെ രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന ആൾക്കാരാണ് എന്നതുകൊണ്ട് മാത്രം നമുക്കങ്ങനെ എതിർപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കേന്ദ്ര ഏജൻസി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിക്കും ഒരു ഏജൻസിയെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന രീതിയിലത്തേക്ക് പറയേണ്ടി വരും, വിമർശനത്തിനെ മാത്രം ഭയന്നിട്ടാണ് എങ്കിൽ. അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസ് ഭരിക്കുന്ന കേന്ദ്ര സർക്കാരല്ല, കോൺഗ്രസിന്റെ കൺട്രോളുള്ള CBI അല്ല. അതുകൊണ്ട് തന്നെ ഇത് നിഷ്പക്ഷമായിട്ട് തന്നെ അന്വേഷിക്കപ്പെടേണ്ടുന്ന ഒരു കേസാണ്. അങ്ങനെ ഒരു അന്വേഷണത്തിനെ എല്ലാവരും സ്വാഗതം ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ദിവ്യയുടെ ഭാഗത്തു നിന്ന് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം തന്നെ തങ്ങളുടേതായിട്ടുള്ള പ്രശ്നമാണ് എന്ന രീതിയിലത്തേക്ക് സ്വീകരിച്ച് ഇതിനെല്ലാം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി CPM ശ്രമിക്കുന്നത് എന്തിനാണ് എന്നുള്ള എലിമെന്ററി ആയിട്ടുള്ള ഒരു ചോദ്യത്തിന് അവർ ഇതുവരെയും മറുപടി പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറയുന്നത് പാർട്ടിയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത, ഗവൺമെന്റുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കാര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റൊരു കേന്ദ്ര ഏജൻസിയുടെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് അവരെ ആക്രമിക്കുന്ന തരത്തിലുള്ള കുറേയധികം അഴിഞ്ഞാട്ടം തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെയാണ് ദിവ്യയുടെ കേസിൽ ദിവ്യയ്ക്ക് ചെയ്തിരിക്കുന്ന കാര്യം തെറ്റാണ് എന്ന് ഈ CPM-കാർക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇനി CPM-ന് വളരെ വിശ്വാസമുള്ള കേരള പോലീസ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്ന സമയത്തുള്ള കേരള പോലീസ് ഇത് അന്വേഷണത്തിന് ശേഷവും കണ്ടെത്തിയിരിക്കുന്ന തീരുമാനത്തിലെങ്കിലും അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇനിയുമെങ്കിലും ദിവ്യയെ ന്യായീകരിക്കാനായിട്ട് അവർ വരരുത് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. കാരണം അവർ പറഞ്ഞിരുന്നത് എന്താണ്, അവരുടെ കണ്ടെത്തൽ എന്താണ്, ദിവ്യയാണ് ഇതിലെ ഒരേ ഒരു പ്രതി. ദിവ്യയുടെ ആ ഒരു പ്രസംഗം, ആ ഒരു സമയത്തുണ്ടായിരുന്ന അവരുടെ ആ സെൻഡ് ഓഫ് ചടങ്ങിലുണ്ടായിരുന്ന അവരുടെ ഇടപെടൽ, അവരുടെ വാക്കുകൾ, അതൊക്കെ തന്നെ ആത്മഹത്യക്ക് കാരണമായിട്ടുണ്ടാകും എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് കൂടുതൽ ആൾക്കാരും അതിലേക്കാണ് എത്തുന്നത് എങ്കിൽ CPM-നും അങ്ങനെ തന്നെയുള്ള ഒരു നിലപാടുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ദിവ്യനെ ഡിഫെൻഡ് ചെയ്യാൻ വരില്ല എന്ന് പറയണം. അത് പറയാനും ഇവർക്ക് കഴിയുന്നില്ല എന്നേ. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഇവർ ചിന്തിക്കുന്നത് തന്നെ ഇതിലെ പ്രതി മറ്റേ ആദ്യത്തെ പറഞ്ഞിരിക്കുന്ന കേസിൽ വീണയാണെന്നോ അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കേസിൽ ദിവ്യയാണെന്നോ ഉള്ള ചിന്തയല്ല ഇവർക്കുള്ളത്. പ്രതി പാർട്ടിയാണ് എന്നിവർ പറയുകയാണ്. അഥവാ ഇവരുടെ കുറ്റസമ്മതമാണ്, മൗനസമ്മതമാണ്, പ്രതി പാർട്ടിയാണ് എന്നവർ നമ്മളോട് വിളിച്ചു പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം ശ്രീ രാജേഷ്, ഈ ചർച്ചയിലുള്ള ഇടത് പ്രതിനിധി, അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഞാൻ ഇരട്ട നിലപാട് കാണിക്കുന്നുവെന്ന്. എന്ത് ഇരട്ട നിലപാടാണ്? ഈ വിഷയത്തിൽ നവീൻ ബാബുവിന്റെ മരണമുണ്ടായ ആദ്യത്തെ രാത്രി മുതൽ
ഈ വിഷയത്തിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഏതെങ്കിലും സമയത്ത് എന്റെ നിലപാടിൽ എന്തെങ്കിലും തരത്തിലുള്ള വേരിയൻസ് ഉണ്ടായതായിട്ട് താങ്കൾക്ക് പറയാൻ കഴിയുമോ? ആദ്യ സമയം മുതൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇത് ഡിസ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി, കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതാണ്. ആദ്യത്തെ മാസം കഴിയുമ്പോഴാണ് ആ തിരിച്ചറിവ് ആ കുടുംബത്തിനുണ്ടാകുന്നത്. ആദ്യത്തെ ഒരു മാസം ഈ അന്വേഷണം ശരിയായ രീതിയിൽ പോകുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു ശുഭപ്രതീക്ഷ ആ കുടുംബത്തിനുണ്ടായിരുന്നുവെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ മുതൽ അവർക്ക് ഈ അന്വേഷണത്തിനോട് മെല്ലെ മെല്ലെ എതിർപ്പുണ്ടാകുന്നു. ആ എതിർപ്പ് പിന്നീട് ശക്തമായിട്ട് വരുന്നു. പിന്നെ ഇവിടെ രത്നകുമാറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഏതെങ്കിലും നിയമത്തിന്റെ തടസ്സമുണ്ടോ എന്ന് ചോദിക്കുന്നു. നിയമത്തിന്റെ തടസ്സമില്ല. ശ്രീ പ്രശാന്ത് ഇവിടെ നിയമവശം പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ നൈവായിട്ട് നിയമവശത്തിനെ മാത്രം പറയുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ നൈവായിട്ട് ഇവിടെ പറയുന്നത് ശ്രീ രാജേഷ് തന്നെയാണ്. രത്നകുമാറിന് ഇതിലെ ഒരു ഇൻവോൾവ്മെന്റും ഇല്ല. അദ്ദേഹം ഇലക്ഷനിൽ റിട്ടയർ ചെയ്തതിനു ശേഷം മത്സരിക്കുന്നതിൽ ഒരു തരത്തിലുള്ള നിയമ തടസ്സവും ഇല്ല എന്ന് പറയുമ്പോൾ താങ്കൾ ഓർക്കേണ്ടത് SIT ഫോം ചെയ്യുന്നത് ഈ നവീൻ ബാബുവിന്റെ മരണം കഴിഞ്ഞിട്ട് ഏതാണ്ട് 10 ദിവസമാകുമ്പോഴാണ്. അതിനുശേഷം ഏതാണ്ട് 2-3 ദിവസം കിട്ടിയതിനു ശേഷവും രത്നകുമാർ ഉൾപ്പെട്ടിരിക്കുന്ന SITക്ക് ദിവ്യ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ കേരള പോലീസിന്റെ ഉന്നതരായിട്ടുള്ള ആൾക്കാരെല്ലാം ഈ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്ന ഈ കേസ് അന്വേഷിക്കുമ്പോൾ 13 ദിവസം ദിവ്യ ഒളിവിലായിരുന്നു. അതിനുശേഷം അവർ വന്ന് കീഴടങ്ങുകയാണ് ചെയ്തത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ മഹാനായ ഉദ്യോഗസ്ഥൻ ACP രത്നകുമാർ അദ്ദേഹം ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഇതിൽ പ്രതിയായിട്ടുള്ള ദിവ്യയുടെ പക്കൽ എത്ര ഫോൺ ഉണ്ടെന്ന് പോലും അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് സാർ? അവരുടെ ഔദ്യോഗിക ഫോണിനെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല. അതിന്റെ കോൾ റെക്കോർഡ്സ് അവർ വെരിഫൈ ചെയ്തിട്ടില്ല. ഡേറ്റ കളക്ഷൻ ഇൻകംപ്ലീറ്റ് ആണ്. CDRകൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ പൂർണ്ണമായും എത്തിയിട്ടില്ല, കിട്ടിയിട്ടില്ല. എക്സാക്ട്ലി നോക്കൂ, ഇതിലെ ബാങ്ക് റെക്കോർഡ്സ് പറയുന്നു ഈ 1 ലക്ഷം രൂപ വന്ന വഴി എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടില്ല. തമ്മിലുള്ള മീറ്റിംഗ് നടന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട CCTV ഫുട്ടേജിന്റെ വെരിഫിക്കേഷൻ പൂർണ്ണമായിട്ട് നടന്നിട്ടില്ല. ഇങ്ങനെ പിന്നീട് വേറൊരു ഡേറ്റ് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിജിലൻസ് പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ടില്ല. നല്ല ബെസ്റ്റ് അന്വേഷണമാണ് സർ, നല്ല ഒന്നാന്തര അന്വേഷണമാണ്. ഇതിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾ പറയുന്ന കാര്യം നമ്മളും യോജിക്കുകയാണ്. പ്രതി ദിവ്യയല്ല, പ്രതി പാർട്ടിയാണ് സാർ, പ്രതി പാർട്ടിയാണ്.